ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ചന്തുമോള് അനന്തപുരിയിലുണ്ടെങ്കിലും ആദർശിൻ്റെ കുഞ്ഞാണ് അതെന്നൊരു അറിവ് വന്നതോടുകൂടി ദേവയാനിക്കും ചന്തുമോളോട് വെറുപ്പായി. അങ്ങനെ ചന്തുമോളെ നോക്കാൻ നയന മാത്രമുള്ളെന്നുള്ള അവസ്ഥയാവുകയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ അനാമികയും വേണുവും രേവതിയൊക്കെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞാന്നറിയുമ്പം അതെല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പോരാത്തതിന് പാവം നമ്മുടെ നന്ദുവിന് പണി കൊടുത്തിരിക്കുകയാണ് കേട്ടോ മധുസാറിനെ വെച്ചിട്ട് നമ്മുടെ വേണു. അങ്ങനെ ആ പണി തിരിച്ച് നമ്മുടെ ട്രെയിനർക്ക് തന്നെ കിട്ടുകയാണ്. ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നന്ദുവും ഫ്രണ്ട്സും എല്ലാം കൂടെ ട്രെയിനറിനൊരു കിട്ടിയിലും പണി കൊടുത്ത് പഞ്ഞിക്കിടുന്നുണ്ട്. ആ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോള് അനന്തപുരിയിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. അതേസമയം നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടി ഇത് സംസാരിക്കുന്നുണ്ട്. 10 പേരോട് എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഒന്ന് നാട് മുഴുവനാക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും എല്ലാവരെയും അങ്ങ് അറിയിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ്. കാരണം അനന്തപുരിയിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്കങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് രേവതി. അങ്ങനെ അവരെ കൊണ്ടാകാവുന്ന പോലെ എല്ലാവരോടും അവർ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ജലജയ്ക്കാണെങ്കിലും അങ്ങ് സന്തോഷമാവുകയാണ്. ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിയുമ്പോഴേക്കും പിന്നെ ജലജ നിലത്ത് നിൽക്കുന്നില്ല. കാരണം ദേവയാനിക്കിട്ട് കുത്താവുന്നത്രയും നന്നായിട്ട് കുത്തുകയും ചെയ്യാം. അതുപോലെ എൻ്റെ മോൻ അഭിയല്ലേ എല്ലാവരും കുറ്റം പറയാറ്, അവനിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടേ ഇല്ല. ഇപ്പം നല്ലവനായിട്ട് എല്ലാവരുടെയും മാതൃകാ പുരുഷനായിട്ട് നടന്ന ആദർശ്, അവൻ്റെ കൊച്ചല്ലേ അത്. പോരാത്തതിന് അച്ഛനും അമ്മയും കൂടി അതിന് സപ്പോർട്ടും. കണ്ണടച്ച് ആദർശിൻ്റെ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തുകയല്ലേ. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ഇവിടുന്ന് പുറത്താക്കണം, ആദർശിൻ്റെ ജീവിതവും തല്ലിക്കെടുത്തണം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മുടെ ജലജ. അപ്പോൾ ഈ വിശേഷം എങ്ങനെയെങ്കിലും കനകയും ഗോവിന്ദനെ അറിയിക്കണം, എന്നാലല്ലേ ഉള്ളൂ അവരുടെ മനസ്സ് വിഷമിക്കുകയുള്ളൂ, നയനെ ആദർശമായിട്ടുള്ള ബന്ധം പിരിയുള്ളൂ. അതൊക്കെ ഓർത്തിട്ട് ജലജ അങ്ങനെ നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ്. എന്ത് പറഞ്ഞാൽ ചെല്ലുന്നത്, നമ്മുടെ നവ്യയെ പ്രസവ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞ് ചെല്ലുക. അപ്പോൾ തന്നെ കനക പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എന്തിനാ ഞാനിതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം ഞാൻ കൂടി വന്ന് ചെയ്ത് കൊടുത്താൽ എന്താ കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ജലജ ചോദിക്കുക. അപ്പം ഉടനെ തന്നെ കനക പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനന്തപുരിയിലെ വിശേഷങ്ങൾ വല്ലതും നിങ്ങൾ അറിഞ്ഞോ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ കനക പറയുന്നുണ്ട്, എന്ത് അഭി ഇവിടെ വരാറുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അല്ല വേറൊന്നും അവിടെ നടന്ന കാര്യമൊന്നും അറിഞ്ഞില്ലേ, ഇതങ്ങോട്ടൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയും അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കി കുറച്ച് കുത്തുകൊടുക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ജലജയുടെ വിചാരം. അതിനുശേഷം ജലജ നവ്യോടും ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ അറിഞ്ഞോ അവിടുത്തെ വിശേഷങ്ങൾ? അപ്പം നവ്യ പറയാ, അഭി പിന്നെ എല്ലാം വന്ന് പറയുമല്ലോ, ഈ കാര്യം ആയതുകൊണ്ട് അഭി മുഴുവനായിട്ടും ആദർശിനെ കുറ്റപ്പെടുത്തി പറഞ്ഞു വച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, അതെ അഭി വന്ന് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അനന്തപുരിയിൽ ഒരു കുഞ്ഞിനെ മുത്തശ്ശൻ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്നും അത് ആദർശൻ്റെ കൊച്ചാണെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം ജലജക്ക് അങ്ങ് അത്ഭുതം തോന്നുന്നു, ഇവക്ക് അറിഞ്ഞിട്ട് ഇവിടെ അമ്മയോടും അച്ഛനോടും എന്താ പറയാത്തത്. അപ്പോൾ ജലജ ചോദിക്കുക, നീ എന്നിട്ട് വീട്ടിലാരോടും പറഞ്ഞില്ലല്ലേ, നയനയുടെ കാര്യം ആലോചിച്ചിട്ട് നിനക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം നവ്യം പറയാ, നയനെ ഇതൊക്കെ എങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അവളുടെ കാര്യം വലിയ കഷ്ടമാണെന്ന് പറയുമ്പോൾ പറയാ, എല്ലാവരും ഇതൊക്കെ അറിയിക്കണം എന്നൊക്കെ ഉള്ള രീതി ജലജ പറയാം. എന്നിട്ട് ജലജ പതുക്കെ പുറത്തിറങ്ങിയിട്ട് കാനകിക്കിട്ട് ഒരു കുത്തു കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ വിശേഷങ്ങളൊന്നും മോള് വന്ന് പറഞ്ഞില്ലേ, നയന മോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറയുന്നതാണല്ലോ. എൻ്റെയോ അബിയുടെ എന്തെങ്കിലും കാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാം അറിഞ്ഞേനെ, ഇതിപ്പോൾ അവളുടെ ആദർശിൻ്റെയും കാര്യമായതുകൊണ്ട് ആരും ഒന്നും അറിയുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കനക ചോദിക്കുക, എന്താ അവിടെ പ്രത്യേകിച്ച്, എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ പറയുക ജലജ, പ്രത്യേകിച്ച് നല്ല വിശേഷമുണ്ട്. ദേ എൻ്റെ ഈ പേരക്കുഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആദർശിൻ്റെ കൊച്ച് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുക. അപ്പോൾ കനക ചോദിക്കുക, ആദർശിൻ്റെ കൊച്ചോ, അതിന് നയനയ്ക്ക് വിശേഷമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ആദർശിൻ്റെ കൊച്ച്, ഇതെന്താ നിങ്ങളിങ്ങനെ ഈ പറയുന്നേ? അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാം, അതേ നയനയ്ക്ക് വിശേഷം ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ ആദർശിൻ്റെ കൊച്ച് അവിടെ വരാനായിട്ട്. ആദർശിൻ്റെ വിവാഹത്തിന് മുമ്പ് വേറെ കൊച്ചുണ്ടായിരുന്നു, അതിനെയാണ്ടേ ഒരു 5 വയസ്സായ കൊച്ച്, അതിനെ കൊണ്ടുവന്ന് അച്ഛനും അമ്മയും കൂടെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു അനന്തരാവകാശിയായിട്ടും അവകാശങ്ങളൊക്കെ കൊടുത്ത് അവിടെ അങ്ങ് നിർത്തിയിരിക്കുക.
അപ്പോൾ പെട്ടെന്ന് കനകയും ഗോവിന്ദനും ഒക്കെ ഞെട്ടിപ്പോവും. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുക, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആദർശന് വിവാഹത്തിന് മുമ്പ് 5 വയസ്സായ കുട്ടിയുണ്ടെന്നോ? ഇതെന്താ ഈ പറയുന്നത്? ആ, ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഒക്കെ അത്ഭുതം തോന്നി. കാരണം എൻ്റെ മോൻ അബിയാണല്ലോ പിഴച്ചതെന്നല്ലേ നിങ്ങൾ എല്ലാവരും പറയുന്നത്. അവൻ്റെ സ്വഭാവം കാര്യം ഒരു ശകലം മോശമൊക്കെയാ. 2-3 പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ നടന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കൊച്ചൊന്നും അവനില്ല വിവാഹത്തിന് മുമ്പ്. അവൻ്റേതെന്ന് പറഞ്ഞൊരു കുഞ്ഞും അനന്തപുരി കയറി വന്നിട്ടുമില്ല. ഇപ്പം മാതൃകാ പുരുഷനും മാതൃകാ ദമ്പതികളൊക്കെ ആയിട്ട് നടന്നവരുടെ കാര്യം കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കനക പിന്നെയും ചോദിക്കുക, നിങ്ങൾ സത്യമാണോ പറയുന്നത്? നവ്യ എന്താ ഇവർ പറയുന്നത്? ആദർശന് 5 വയസ്സായ ഒരു കുട്ടിയുണ്ടെന്നോ? അത് അനന്തപുരി വന്നെന്നോ? എന്താ ഈ പറയുന്നത്? അപ്പം നവ്യം പറയാ, ശരിയാമ്മേ, ഇത് സത്യ. അബി എന്നോട് വന്നപ്പോൾ പറഞ്ഞതാ, എവിടുന്നോ ഒരു കുട്ടിയെ കൊണ്ടുവന്ന മുത്തശ്ശൻ. ആ കുട്ടിയുടെ അമ്മ വയ്യാതെ കിടക്കാണ്, അതിന് അച്ഛനില്ല. അപ്പം അതിൻ്റെ അച്ഛൻ ആദർശേട്ടനാണെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊച്ചിനെ അനന്തപുരിയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക എന്ന് പറയുമ്പം കനക, അയ്യോ എന്താ ഞാൻ കേൾക്കുന്നത്? നയനമോൾ എന്നിട്ട് ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ പോലും അവൾ ആ വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊന്നും സത്യമായിരിക്കില്ലെന്ന് പറയുകയാണ് കനക. അപ്പം നവ്യ പറയാം, സത്യമൊക്കെ അമ്മേ, നയനയെ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു. അവൾ പറയാതിരുന്നതാ. വെറുതെ ഇവിടെ വന്ന് അതൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനെയും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നയനെ അതൊന്നും പറയാതിരുന്നതാന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ കനക പറയുക, എന്നാലും അവൾ എൻ്റെ മോൾ എങ്ങനെ ഇത് സഹിക്കുന്നു? ആദർശന് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ എന്താ അവൾ അവിടെ തന്നെ നിൽക്കുന്നത്? അവനോട് അവൾ അതൊന്നും ചോദിച്ചില്ലേ? ഗോവിന്ദേട്ടാ, ഇതൊക്കെ കേട്ടില്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഗോവിന്ദ പറയുക, ആദർശന് അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആദർശ് അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഇതൊക്കെ എന്തെങ്കിലും ചതിയായിരിക്കുമെന്നേ, ഇതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം ജലജ പറയാം, ആ, വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്ന് പറഞ്ഞ് നിങ്ങളിരുന്നോ. എന്തായാലും ഒരു കൊച്ച് അവിടെ വന്ന് കയറിയിട്ടുണ്ട്. ഇനിയും ആരൊക്കെ വന്ന് കയറുമെന്നറിയില്ല. നിങ്ങളിതൊന്നും അറിയുന്നില്ല. ആദർശനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക എല്ലാവരും കൂടി. ആ, നടക്കട്ടെ, കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. എന്തായാലും അബിയെ രക്ഷപ്പെട്ടല്ലോ. അവൻ്റെ തലയിലേക്ക് എല്ലാവരും കൂടി ഇത് വച്ച് കെട്ടിയേനെ. ഇതിപ്പോൾ സത്യം അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടത് എൻ്റെ മോന. ആ, ഞാൻ പോവുക ഇനിയിപ്പം ഇവിളി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരുമല്ലോ. അപ്പം 2 പേരക്കുട്ടികളായല്ലോ അനന്തപുരിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ തിരി അങ്ങ് കൊളുത്തി വിട്ടിട്ട് ജലജ പോവുകയാണ്. എന്നിട്ട് ഇറങ്ങുമ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ, എന്തൊരു സമാധാനം. ആദർശിനെ പറ്റി ഇങ്ങനെ ഒരു കാര്യം വന്ന് ഇവിടെ വന്ന് പറയാൻ പറ്റിയത് വളരെ സന്തോഷമായി. അവരുടെ മരുമകൻ എന്നും പറഞ്ഞ് അവർ പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. കനകയുടെയും ഗോവിന്ദൻ്റെയും മുഖത്തെ ചളിപ്പ് അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്തൊരാശ്വാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് നമ്മുടെ ജലജ. അതേസമയം നവ്യ പിന്നെ പ്രസവം കഴിഞ്ഞ് പോകാനുള്ള സമയമൊക്കെ ആകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന ഗോവിന്ദനും കനകയും കൂടി പോയി വിളിക്കുക നയനെ. എന്നിട്ട് ചോദിക്കുക, നയനമോളെ, ഞങ്ങളിങ്ങനെ ഒരു വിവരം അറിഞ്ഞു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ആദർശിൻ്റെ കൊച്ചാണോ അത്? എന്നിട്ട് നീ എന്താ ഇതൊന്നും ചോദ്യം ചെയ്യാത്തത്? ഞങ്ങളോട് പോലും ഇതെന്താ പറയാത്തത്? ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് മോക്ക് തോന്നിയോ? അപ്പം നയന പറയേ, എന്താ അമ്മേ, ഇതിപ്പോൾ അവിടെ ആരാ വന്ന് ഇതൊക്കെ പറഞ്ഞത്? അത് ജലജ വന്നിട്ടുണ്ടായിരുന്നു. ആ, അവർ വന്ന് പറയുമ്പോൾ തന്നെ അമ്മ ഊഹിച്ചോണം. ആദർശേട്ടനെ കുറ്റപ്പെടുത്താനായിട്ട് ഓരോ കാരണങ്ങൾ നോക്കി നടക്കുന്നവരാ അവർ. ഇതുവരെ അവിടെ വരാത്ത അവർ ഇപ്പം എന്തിനാ അവിടെ വന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആദർശേട്ടൻ്റെ കുഞ്ഞൊന്നും അല്ല ചന്തുമോള്, അത് വേറെ ആരുടെയോ കുഞ്ഞാണ്. ഇവിടെ മുത്തശ്ശൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ശരി തന്നെയാണ്. ആ കുട്ടിയുടെ അമ്മ തീരെ വയ്യാതെ കിടക്കാണ്. ആ കുട്ടി പറഞ്ഞതാണ്, അനന്തപുരിയിലെ കൊച്ചുമക്കളിൽ ഒരാളാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നേ പറഞ്ഞുള്ളൂ. അത് ആദർശേട്ടനാണോ അഭിയാണോ അനിയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം എല്ലാവരും കൂടെ ആദർശേട്ടൻ്റെ തലയിലേക്ക് അത് വയ്ക്കുന്നത്. അഭിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പറയുകയാണ്. എന്തായാലും സത്യമൊക്കെ തെളിയാമേ. ആദർശേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തെറ്റ് ആദർശേട്ടൻ ചെയ്യില്ല. എനിക്ക് നല്ല വിശ്വാസമാണ്. ആരൊക്കെ ആദർശേട്ടനെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ കനകയ്ക്കും കുറച്ച് സമാധാനമാകുക. കനക പറയുന്നുണ്ട്, ശരിയാ മോളെ, ആദർശ് അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, നന്ദുമോൻ വിളിക്കാറൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് അവളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ? അപ്പോൾ കനക പറയാണ്, ആ, ട്രെയിനിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണെന്നാണ് നന്ദു പറയുന്നത്. എന്നാലും അവൾ സഹിച്ചവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. അവൾക്ക് എങ്ങനെയെങ്കിലും SI ആവണം എന്നുള്ള സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നൊക്കെ അവരും ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ.
അതേസമയം നമ്മുടെ നന്ദുവിനാണെങ്കിൽ ആ ട്രെയിനർ നല്ല പണി കൊടുത്തോണ്ടേയിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേണുവും അതുപോലെ രേവതിയൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അനാമികയുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ച പെൺകുട്ടിയാണ് അതെന്നാണ്. അനാമികയുടെ ഭർത്താവിനെ വളച്ചെടുക്കുകയും നിയമം കയ്യിലെടുത്ത് പല ആണുങ്ങളെയും മറ്റുള്ളവരെ അടിച്ചൊതുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണാണ്. അവൾ ഒരിക്കലും ഒരു SI ആയിട്ട് മാറരുതെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക. കാരണം SI ആയി കഴിഞ്ഞാലും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. അവൾ നിയമമൊക്കെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കാരണം ട്രെയിനർ നല്ല പണി കൊടുക്കുകയാണ് കേട്ടോ. പാവം നന്ദുവിനും കൂട്ടുകാരിക്കും ഒക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്. മനഃപൂർവ്വം പണി തരുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാകുകയാണ് കേട്ടോ. എങ്കിലും നന്ദു കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, ഞാനിത് എന്തായാലും സഹിച്ചു നിന്നാണേലും ഈ ട്രെയിനിങ് ഞാൻ പൂർത്തിയാക്കും, അല്ലെങ്കിൽ പിന്നെ എനിക്ക് രക്ഷയില്ല എന്ന് പറയുകയാണ്. അതേസമയം അനാമികയും വേണുവും രേവതിയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ. അങ്ങനെ സംസാരിച്ച് വരുമ്പം വേണുവിന് ഭയങ്കര സന്തോഷമായിട്ട് വേണു പറയുക, ഇങ്ങനെ ചിലർക്കൊക്കെ പണി കൊടുക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. ആദർശ് അവനും ആ നയനയും കൂടി നമ്മളെ ഒരുപാട് വട്ടം കറക്കിയതാ. ഏതായാലും ഇപ്പം അവർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പോരാത്തതിന് നയനയുടെ അനിയത്തി നന്ദു അവളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പണിയാണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ട്രെയിനിങ് ക്യാമ്പിലായതുകൊണ്ട് അവൾക്ക് അവിടുന്ന് പുറത്ത് ചാടി വേറൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അവിടെ കിടന്ന് അവൾ ശരിക്കും അനുഭവിക്കാന്നേ. അപ്പോഴേക്കും ഉടനെ അനാമിക ചോദിക്കുക, ശരിയാണോ അച്ഛാ, അവൾക്ക് നല്ല പണി തന്നെയാണോ മധുസാർ കൊടുക്കുന്നത്? അതേന്നേ, മധുസൂദനൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടി എരിവും പുളിയൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവിടെ നല്ല പണി തന്നെ അവൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഉടനെ അനാമിക പറയാണ്, അവൾ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കരുത്, അവൾ ഒരു SI ആവരുത്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ അച്ഛന് പറയാൻ മേലായിരുന്നോ? മോളെ, ഞാൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നേ. പുള്ളിക്കാരൻ സത്യമൊന്നും അറിയാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മുടെ കളത്തര എങ്ങാനും പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് തന്നെ പണി കിട്ടും. അതൊന്നും അറിയില്ല അച്ഛാ, അവൾ SI ആകരുത്. എന്തായാലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണെന്നും നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുമെന്നും ഒക്കെ അച്ഛൻ അറിയാമല്ലോ. അറിയാം, അതല്ലേ ഇങ്ങനെ ഒരു കളി അച്ഛൻ കളിക്കുന്ന മോളെ എന്നൊക്കെ അവരും ഇങ്ങനെ സംസാരിക്കണം. അതേസമയം നന്ദുവും കൂട്ടുകാരിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ, അയാൾ എന്തോ വ്യക്തി വൈരാഗ്യം തീർക്കാൻ പെരുമാറുന്ന പോലെയാണല്ലോ നന്ദു നിന്നോട് പെരുമാറുന്നത് എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ നന്ദു പറയാ, ശരിയാ, എന്തെങ്കിലും പണി കൊടുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വന്നപ്പോൾ തന്നെ എന്നെ അയാൾ നോട്ടം ഇട്ടിരിക്കുന്നത്. ചെയ്യിപ്പിക്കാവുന്ന അത്രയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ എപ്പോഴും ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോഴൊക്കെ വന്ന് ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ പറയാം. അപ്പോഴേക്ക് ട്രെയിനർ ഇവരുടെ റൂമിലേക്ക് കയറി വരികയാണ്. കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ, കൂട്ടുകാർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണോ? സംസാരിച്ചും കഥ പറഞ്ഞും ചൊല്ലിയൊന്നും സമയം കളയാൻ ഇവിടെ നേരെയില്ല. ഇതേ പോലീസ് ട്രെയിനിങ് ക്യാമ്പാണ്, ഇവിടെ നടക്കുന്ന SI ട്രെയിനിങ് ആണ്. ഇത്തിരി കഠിനമാണ് കാര്യങ്ങളൊക്കെ. ഈ ട്രെയിനിങ് സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഇരുന്ന് കൊഞ്ചാനും കുഴയാനും ഒന്നും പറ്റില്ല. ഇറങ്ങി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാണ്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ശരി സാർ, ഞങ്ങൾ വരാം, ഞങ്ങൾ കുറച്ച് സമയം ഉച്ചയ്ക്ക് ബ്രേക്ക് എടുത്തപ്പം വന്നതാണെന്ന് പറയുക. അങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോഴൊന്നും വന്ന് ഇവിടെ ഇന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തേ, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. രാവിലെ എണീക്കുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും റൂമിൽ വന്ന് കിടക്കുവാണെന്ന് റിപ്പോർട്ട് ചെയ്താൽ നിൻ്റെയൊക്കെ ചീട്ട് കയറും എന്ന് പറയുകയാണ്. അങ്ങനെ നന്ദുവും കൂട്ടുകാരിയും കൂടെ അയാളുടെ പുറകെ പോവുക. അപ്പോൾ അയാൾ അങ്ങോട്ട് മാറി നിന്നിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോൺ ചെയ്ത് പറയുന്നുണ്ട് വേണുവിനോട്, വേണു, നീ പറഞ്ഞ ആ കുട്ടി ഇവിടെ ഉണ്ട്, അവൾക്ക് ഞാൻ നല്ല പണി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ അവരുടെ റൂമിൽ ചെന്നിട്ട് നല്ല പരിപാടി കൊടുത്തിട്ടുണ്ട് എക്സസൈസ് ചെയ്യാൻ. അവൾ ഇവിടെ കിടന്ന് മടുക്കും. അപ്പോൾ വേണു പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും അവളുടെ ചീട്ട് കീറണം, അവൾ SI ആവരുത്, അവൾ ട്രെയിനിങ്ങിൽ നിന്ന് പോകണം, അതിന് സാർ എന്തെങ്കിലും ചെയ്യണം. അവൾ SI ആയിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് തന്നെ ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ട്രെയിനർ പറയുക, ശരിയാ, അത് ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ട്രാപ്പിൽ അവളെ പെടുത്തണം. അതിന് വേണ്ടിയിട്ട് അവൾ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടായെന്നോ ഇവിടെ അടിയുണ്ടാക്കിയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ അവളെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ. അതിന് പറ്റുന്ന ഒരു കേസ് അത് ഉണ്ടാക്കിയെടുക്കണം. ഉടനെ തന്നെ അത് സംഭവിക്കും. വേണു അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട. ഞാൻ അവളെ അങ്ങനെ SI ആകാൻ വിടുമെന്നൊന്നും വേണു ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ഇതെല്ലാം നമ്മുടെ നന്ദുവും കൂട്ടുകാരിയും കൂടെ കേട്ടോണ്ട് നിൽക്കുകയാണ് പുറകിൽ.
അവർ ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്നിട്ട് പരസ്പരം നോക്കും. അപ്പോൾ ഈ ഫോൺ വിളിക്കുന്നതെല്ലാം ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വീഡിയോയിലെടുക്കുകയാണ് കേട്ടോ നന്ദു. അങ്ങനെ വീഡിയോയിലെടുത്തിട്ട് ഇങ്ങനെ ഇവർ നോക്കുവാണ്. അപ്പോൾ ഇയാൾ ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ ഇയാളെല്ലാം പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ് നന്ദുവിനെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആ സമയത്ത് നന്ദുവും കൂട്ടുകാരിയും കൂടെ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഒരു ട്രാപ്പ് തന്നെയാണല്ലോ, നിന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫോൺ വിളിച്ച് ആരാണ്ടോട് പറയുന്നത് കേട്ടില്ലേ, എല്ലാ പണികളും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം നന്ദു എന്ന് പറയാം. അപ്പം നന്ദുവും പറയുന്നുണ്ട്, ശരിയാ, സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ SI ആവുന്നത് ഇഷ്ടമില്ലാത്ത ആർക്കോ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. അപ്പം ഉടനെ കൂട്ടുകാരിയും പറയാം, ശരിയാ, നീ SI ആകുന്നത് ആർക്കോ താല്പര്യമില്ല, നിന്നെ എങ്ങനെയെങ്കിലും ട്രാപ്പിൽപ്പെടുത്തി ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ളത് അയാളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് അയാൾ കിടന്ന് ഈ പരിശ്രമിക്കുന്നതും എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നന്ദു പറയുക, അത് വേറെ ആരും ആയിരിക്കില്ല, ആ അനാമിക. അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെയാണ് എന്നോട് ഇത്രയും ദേഷ്യമുള്ളത്. ഞാൻ SI ആകുന്നത് താല്പര്യമില്ലാത്തതും അവർക്ക് തന്നെയാണ്. അവർ ഈ പുള്ളിക്കാരനുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും, അങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നതായിരിക്കും എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനായിട്ട്. എന്തായാലും നമുക്കൊന്ന് കരുതിയിരിക്കണം എന്ന് നന്ദു പറയും. അപ്പോൾ കൂട്ടുകാരിയും പറയുന്നുണ്ട്, നന്ദു നീ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ ട്രാപ്പിൽപ്പെടുത്താൻ എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള ട്രെയിനേഴ്സൊക്കെ ഭയങ്കര കുരുട്ടുബുദ്ധിയൊക്കെ പിടിച്ചവരാ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നീ സൂക്ഷിക്കണം എന്ന് പറയാം. നമുക്ക് നോക്കാം, എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോവുക. അതേസമയം നമ്മുടെ ട്രെയിനറാണെ കുറേ പേരെ കൂട്ടിയിട്ട് ആ ട്രെയിനിങ് ക്യാമ്പിലുള്ളവരോട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ, നന്ദുവുമായിട്ട് ഒരു അടി ഉണ്ടാക്കണമെന്നും നന്ദുവിനെ അടിച്ചിടണമെന്നും അങ്ങനെ നന്ദു ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താവണമെന്നും ഒക്കെ കുറച്ച് പേരെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുക. കാരണം പുള്ളിക്കാരന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇവരെയൊക്കെ മുമ്പോട്ട് കയറ്റി വിടുകയുള്ളൂന്നും, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാം ഈ ക്യാമ്പിൽ നിന്ന് പുറത്താക്കും, ഒറ്റ ഒരെണ്ണം SI ആവില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം അവരൊക്കെ പേടിച്ചിട്ട് ചെയ്യുക. അങ്ങനെ നന്ദുവും കൂട്ടുകാരിയും കൂടെ ഇരിക്കുമ്പം മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വരിക. വന്നിട്ട് അവിടെ വന്ന് നന്ദുവിനോടും കൂട്ടുകാരിയോടും ചോദിക്കുന്നുണ്ട്, എന്താടി നീയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ, വെറുതെ ഇരിക്കുകയാണോ, നിനക്കൊന്നും ചെയ്യാനില്ലേ, ക്യാമ്പിൽ വന്ന് ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് കാണാമല്ലേ, കാശുള്ള വീട്ടിലെ പെണ്ണുങ്ങളാവുമ്പം ചുമ്മാ ഇരിക്കാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, നിനക്കൊക്കെ എന്താടാ, നീയൊക്കെ എന്തിനാ ഞങ്ങളുടെ തലയിലോട്ട് കയറാൻ വരുന്നത്, ഞങ്ങൾ 5 മിനിറ്റ് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നതല്ലേ, അപ്പോഴും വന്ന് ശല്യപ്പെടുത്താൻ നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരി പറയാണ്, നമ്മുടെ ട്രെയിനർ ഉണ്ടല്ലോ മധുസൂദനൻ സാറ്, പുള്ളി പറഞ്ഞു വിട്ടതായിരിക്കും ഞങ്ങളോട് ഉടക്കാൻ വേണ്ടിയിട്ട്, അല്ലേടാ നീയൊക്കെ എന്ന് ചോദിക്കുക. അപ്പം അവർ പറയാം, ആണെങ്കിൽ എന്താടി, നിന്നോടൊന്ന് ഉടക്കാൻ മേലേ, ഇവിടെ ഇരുന്ന് ഉടക്കി നിന്നെയൊക്കെ ഇവിടെ നിന്ന് പുറത്താക്കാൻ തന്നെയാടി ഞങ്ങളുടെ പ്ലാൻ, എന്താ തടയാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, പോടാ വെറുതെ വഴക്കിനൊന്നും എൻ്റെ മുന്നിലോട്ട് വരരുതേ, നേരത്തെ സമയമായിരുന്നെങ്കിൽ ഞാൻ നിന്നെയൊക്കെ തൂക്കിയെടുത്ത് അടിച്ചേനെ, ഇപ്പം ഇവിടെ വെച്ച് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങളെ പുറത്താക്കാൻ, അതല്ലേ നിൻ്റെയൊക്കെ കുരുട്ട് ബുദ്ധി എന്ന് പറയുക. അപ്പോൾ അവന്മാർ പിന്നെയും വന്നിട്ട് എതിർത്ത് വരികയാണ്. അപ്പം നന്ദു ചാടി എണീക്കുന്നുണ്ട്, എന്നിട്ട് പറയാം, നീയൊക്കെ പോടാ എന്ന് പറയാണ്. അപ്പോൾ ഈ സമയം നോക്കി ട്രെയിനർ വരികയാണ്, ഇവിടെ അടിയുണ്ടാവുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ട്രെയിനർ വരുമ്പോഴേക്കും അവന്മാർ നന്ദുവിൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുക. അപ്പോൾ നന്ദു കുതിറി മാറ്റുമൊക്കെ ചെയ്യുമ്പോൾ ട്രെയിനർ വന്ന് പറയുക, എന്താ ഇവിടെ അടിയെന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് അയാളും കൂടെ നന്ദുവിനിട്ട് അടിക്കുകയാണ്. അപ്പോൾ നന്ദുവിന് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, വെറുതെ 4 വശത്തുനിന്നും അടി വാങ്ങിച്ച് കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒരു സംഗതിയില്ലാതെ. അങ്ങനെ നന്ദുവിൻ്റെ കൂട്ടുകാരിയും കൂടി നല്ല രീതിയിൽ അവിടെ ഒരു ഫൈറ്റ് തന്നെ നടത്തുകയാണ് കേട്ടോ. ആ ട്രെയിനറെയും അതുപോലെ തന്നെ ഈ വഴക്കിന് വന്നവരെ എല്ലാവരെയും നല്ല അടിച്ചൊതുക്കുകയാണ്. നന്ദു കരട്ടയും എല്ലായിടത്തും അങ്ങ് പ്രയോഗിക്കുകയാണ്. ട്രെയിനറൊക്കെ അടിച്ച് ചമ്മന്തിയായിട്ട് വീഴുക. അങ്ങനെ ട്രെയിനറിന് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഞാനൊരു SI ആയില്ലേലും വേണ്ടില്ല, തന്നെ പോലെയുള്ളവർ ഇങ്ങനെ ട്രെയിനർ ആയിട്ട് വരാൻ പാടില്ല, താൻ ഈ ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണെന്നറിയാവോ, താൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്, സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ട്രെയിനറെ അടിച്ചൊതുക്കുകയാണ്. അങ്ങനെ പുള്ളിയുടെ പരിപ്പളകി കിടക്കുക. അപ്പോൾ മറ്റു ഓഫീസേഴ്സ് എല്ലാം വരികയാണ്, വന്നിട്ട് ചോദിക്കുക, എന്താ ഇവിടെ പ്രശ്നം, ഇപ്പം എന്താ ഇവിടെ നടക്കുന്നത്, ഇതൊരു ട്രെയിനിങ് ക്യാമ്പ് അല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ട്രെയിനർ പറയാണ്, ഞാൻ ഇവരെ ട്രെയിൻ ചെയ്യാൻ വന്ന, അതേ ഇവളുമാരെ 2 പേരെയും ട്രെയിൻ ചെയ്യാൻ വന്നപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ അടിച്ചൊതുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർ SI ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ, ഒരിക്കലും ഇവരെ മുമ്പോട്ട് വിടാൻ പറ്റില്ല എന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ പോലീസ് ഓഫീസേഴ്സും പറയാണ്, ശരിയാ, നിങ്ങൾ ട്രെയിനിങ്ങിന് വന്ന പെൺകുട്ടികളല്ലേ, നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ട്രെയിനറെ അടിച്ചിടുക എന്ന് പറഞ്ഞാൽ
അപ്പം നന്ദു പറയാം, സാറേ കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് സാറ് സംസാരിക്കണം. ട്രെയിനർ വന്നപ്പോൾ തൊട്ട് ഞങ്ങളോട് പ്രതികാര ബുദ്ധിയോട് കൂടിയാണ് പെരുമാറുന്നത്, മറ്റാരുടെ ചട്ടുകമായിട്ട് അയാൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഞങ്ങൾ 2 പെൺകുട്ടികൾ എവിടെ ഇരുന്നപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഉപദ്രവിക്കാൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് പെരുമാറിയത്. ഒരുപാട് ക്ഷമിച്ചതാണ്. പിന്നെയും എങ്ങനെയും ഞങ്ങളെ പുറത്താക്കണം എന്നുള്ള ഒരു വിചാരം മാത്രമേ ഇവർക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ ട്രെയിനർ പറയാണ്, അതിന് നിൻ്റെ തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. തെളിവൊക്കെ ഉണ്ട് സാറേ, സാർ ആരോടൊക്കെയോ വിളിച്ച് പറയുന്ന കേട്ടു ഇങ്ങനെ ഒരു ബഹളവും സംഘർഷവും ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നന്ദു കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ പ്ലാൻ ചെയ്യുന്നതും വിളിച്ചു പറയുന്നതും എല്ലാം കാണുകയാണ്. അപ്പോൾ ഓഫീസർ ചോദിക്കുക, ഇതെന്താണോ ഇത്, താൻ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഇതൊരു കേസായ എന്തായിരിക്കും അവസ്ഥ, താൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയാണ്, സാറേ അത് എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവളൊരു സമൂഹവിരുദ്ധ സ്വഭാവമുള്ള കുട്ടിയാണ്, ഇവളൊരിക്കലും SI ആവരുതെന്ന് എന്ന് പറയുമ്പം ഓഫീസർ പറയാം, നന്ദുവിനെ തനിക്ക് അറിയാൻ പാടില്ല ചേട്ടാ, ആ കുട്ടി എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച കുട്ടിയാണ്, ഗോവിന്ദൻ്റെയും കനകയുടെയും മകളാണ്, അതുപോലെ അനന്തപുരി തറവാടുമായിട്ടും അവൾക്ക് ബന്ധമുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരറിഞ്ഞാൽ തൻ്റെ അവസ്ഥ എന്താവും എന്നറിയാവോ? ഒരു പെൺകുട്ടിയെ എങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലിട്ട് പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം മോശമാണെന്ന് തനിക്കറിയാവോ? തൻ്റെ ജോലിയും തൊപ്പിയും എല്ലാം തെറിക്കും. അങ്ങനെയുള്ളിടത്ത് ഇപ്പോൾ മറ്റൊരാൾ വിളിച്ച് പറയുന്നതനുസരിച്ച് ഈ ക്യാമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് താനിവിടെ ഞെളിഞ്ഞു നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? തന്നെ സസ്പെൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ സാറേ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പറ്റില്ല. 2 പെൺകുട്ടികളോടാണ് നിങ്ങളിങ്ങനെ മോശമായി പെരുമാറിയിരിക്കുന്നത്. ഇത് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നറിയോ എന്നൊക്കെ ചോദിച്ച് ഓഫീസർ ട്രെയിനറെ നന്നായിട്ട് പഞ്ഞിക്കിടുകയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണിത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്